കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ കുടുംബ വഴക്കിനിടെ യുവാവ് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തി. ആക്രമണത്തിൽ ഭാര്യ മാതാവിനും പിതാവിനും വെട്ടേറ്റു. സംഭവശേഷം ഒളിവിൽ പോയ യാസറിനെ രാത്രി നാട്ടുകാർ പിടികൂടി താമരശ്ശേരി പോലീസിൽ ഏൽപ്പിച്ചു. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് രതീഷ് വാസുദേവൻ ചേരുന്നു. രതീഷ്, നാട്ടുകാരാണ് പ്രതിയെ പിടികൂടി ഏൽപ്പിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അഖില, ഇന്നലെ രാത്രി 12 മണിയോടെയാണ് മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിക്ക് സമീപം തന്നെ വെച്ച് യാസിറിനെ നാട്ടുകാർ കണ്ടെത്തുകയും പോലീസിനെ അറിയിക്കുകയും ചെയ്തത്. നാട്ടുകാരാണ് പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. അവിടെ സംശയകരമായ രീതിയിൽ ഒരു കാറിൽ യാസിർ എന്ന് സംശയം തോന്നി നാട്ടുകാർ പരിശോധിച്ചപ്പോഴാണ് യാസിറാണെന്ന് മനസ്സിലാക്കുകയും പോലീസിനെ അറിയിക്കുകയും ചെയ്തത്. തുടർന്ന് മെഡിക്കൽ പോലീസ് എത്തി പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുകയും പിന്നീട് താമരശ്ശേരി പോലീസിനെ കൈമാറുകയും ചെയ്തിട്ടുള്ളതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് താമരശ്ശേരി പോലീസ് സ്റ്റേഷന് മുന്നിലാണ്. ഇവിടെ ഡിവൈഎസ്പി ഓഫീസിലാണ് ഇപ്പോൾ യാസിറിനെ എത്തിച്ചിട്ടുള്ളത്. ഇനി രാവിലെ ഡിവൈഎസ്പിയും ഉന്നത പോലീസ് സംഘവും ഒക്കെ എത്തിക്കഴിഞ്ഞാൽ യാസിറിനെ ചോദ്യം ചെയ്യുന്ന നടപടികൾ ഇന്ന് ആരംഭിക്കും. ഇതിൻ്റെ കൂടെ തന്നെ രാവിലെ 9 മണിയോടെ മരണപ്പെട്ട ഷിബിലയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആരംഭിക്കും. ഇന്നലെ വൈകിട്ടാണ് നോമ്പുതുറ സമയത്താണ് യാസിർ കക്കാട് കാക്കവയിലെ വീട്ടിലെത്തി ഷിബിലയെയും മാതാവിനെയും പിതാവിനെയും ഉൾപ്പെടെ വെട്ടിയത്, ആക്രമിച്ചത്. തുടർന്ന് ഗുരുതര പരിക്കേറ്റ ഷിബില കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തുമ്പോഴേക്കും മരണപ്പെടുകയായിരുന്നു. പിതാവ് അബ്ദുറഹ്മാൻ ഇപ്പോൾ ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹം ICUവിലാണ് കഴിയുന്നത്. ഉമ്മയ്ക്ക് മാത്രമാണ് പരിക്ക് കുറവുള്ളത്. എന്തായാലും വലിയ പ്രതിഷേധം സംബന്ധിച്ച് ഉയർന്നിരിക്കുന്നു. ലഹരി മാഫിയയുടെ ലഹരിക്ക് അടിമപ്പെട്ട യുവാക്കളുടെ പരാക്രമത്തിൽ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ കൂടി ഇത്തരത്തിൽ ദുരന്തം വന്നിരിക്കുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. താമരശ്ശേരി പുതുപ്പാടി മേഖലയിലുള്ള ഈ ലഹരി സംഘങ്ങളുടെ ഒരു നെറ്റ്വർക്കിൻ്റെ ഭാഗമാണ് ഈ യാസിർ എന്നുമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ മുമ്പ് ഉമ്മയെ ആക്രമിച്ചു കൊന്ന ആഷിഖിൻ്റെ ഒക്കെ സുഹൃത്ത് വലയത്തിൽപ്പെട്ട ഈ യാസിറിനെ പറ്റി നിലവിൽ വലിയ തരത്തിൽ ആക്ഷേപമുണ്ടായിരുന്നു. കുടുംബ വഴക്ക് എന്ന നിലയിൽ തന്നെ നാട്ടുകാരുൾപ്പെടെ ബന്ധുക്കൾ ഉൾപ്പെടെ പോലീസിൽ 28-ാം തീയതി കഴിഞ്ഞ മാസം 28-ാം തീയതി പരാതി നൽകിയെങ്കിലും പോലീസ് വേണ്ട ജാഗ്രതയിൽ ഈ വിഷയത്തെ കൈകാര്യം ചെയ്തില്ല. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിൽ ഒരു ദുരന്തം ഒഴിവാകുമായിരുന്നു എന്ന തരത്തിലൊക്കെ തന്നെ പറയപ്പെടുന്നുണ്ട്. നാട്ടുകാർ ആ രീതിയിൽ വലിയ ആശങ്കയിലും പ്രതിഷേധത്തിലുമാണ് നാട്ടുകാർ. പോലീസ് ആ രീതിയിൽ അവധാനതയോടെ ഇടപെട്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിൽ ദുരന്തം ഒഴിവാക്കാമായിരുന്നു എന്ന് ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. എന്തായാലും ഈ മറ്റു നടപടികൾ പുരോഗമിക്കുകയാണ്. യാസിറിനെ അല്പസമയങ്ങൾക്കുള്ളിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥ സ്ഥലത്തെത്തി ചോദ്യം ചെയ്യും, മൊഴിയെടുക്കും. അതിനുശേഷമായിരിക്കും മറ്റു നടപടികളിലേക്ക് പോവുക. ഈ സാഹചര്യത്തിൽ പൊടുന്നനെയുള്ള ഈ പ്രേരണ എന്താണ് ആക്രമണത്തിനെന്നുള്ളത് മനസ്സിലാവുന്നില്ല. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് യാസിറിൻ്റെ വീട്ടിൽ നിന്ന് മാറി, വാടക വീട്ടിൽ നിന്ന് മാറി ഷിബിലയുടെ വീട്ടിലാണ് ഇപ്പോൾ ഈ ഷിബിലയും കുടുംബവും നിൽക്കുന്നത്. ഇത്തരത്തിൽ ഒരു സാഹചര്യത്തിൽ ആണ് ഇന്നലെ വൈകിട്ട് യാസിർ ഇവിടേക്ക് എത്തുകയും ഇങ്ങനെ ആക്രമണം നടത്തുകയും ചെയ്തത്. എന്തായാലും വലിയ പ്രതിഷേധം ഇത് സംബന്ധിച്ച് ഉയർന്നിട്ടുണ്ട്. പ്രദേശത്തെ ലഹരി മാഫിയ സംഘത്തെ നിയന്ത്രിക്കാൻ ബന്ധപ്പെട്ടവർക്ക് പോലീസിനൊക്കെ കഴിയുന്നില്ല, എക്സൈസിന് കഴിയുന്നില്ലെന്ന ആക്ഷേപം വീണ്ടും ഉയർന്നിരിക്കുന്നു. വലിയ സമഗ്രമായൊരു ഇടപെടൽ വേണ്ടതുണ്ട്. മതേതര രാഷ്ട്രീയ കക്ഷികൾക്കെതിരെ വലിയ ഐക്യം രൂപപ്പെട്ടുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കണമെന്നാണ് നാട്ടുകാർ പൊതുവെ ഇതിനെ സംബന്ധിച്ച് ഇപ്പോൾ പറയുന്നത്. എന്തായാലും വലിയ ദുരന്തമുണ്ടായിരിക്കുന്നു. ലഹരി മാഫിയയുടെ ഇടപെടലിൽ അല്ലെങ്കിൽ അതിൻ്റെ വലയത്തിൽ ഒരു കുടുംബത്തിൽ കൂടി വലിയ ദുരന്തമുണ്ടായിരിക്കുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. എന്തായാലും യാസിറിൻ്റെ അല്പസമയങ്ങൾക്കുള്ളിൽ മൊഴിയെടുക്കും. ഷിബിലയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ 9:30 കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആരംഭിക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് നൽകാനുള്ള വിവരം. രതീഷ് വാസുദേവനാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ കൊലപാതകത്തിന് ശേഷം ഒളിവിൽ പോയ യാസിറിനെ പിടികൂടിയിരിക്കുന്നു.